നമസ്കാരം ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ടൈം ലൈൻ എടുത്ത് അവിടേക്ക് ഈ ഒരു ക്ലിപ്പിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഫോൾഡറിൻ്റെ അകത്തുനിന്ന് ഫൈൻഡറിൻ്റെ അകത്ത് നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ് ഇവിടേക്ക്. അപ്പോൾ ഇതിൻ്റെ ബേസിക് നിങ്ങൾക്ക് അറിയാലോ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനും പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ നേരെ വെബ്സൈറ്റിൽ കയറുക. നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എഡിറ്റിംഗ് ഡെസ്ക് എന്നുള്ളൊരു പേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഡാവിഞ്ചി എന്നുള്ളൊരു പേജ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതും യൂട്യൂബിലേക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ടേജിൽ റെഡ് കളർ വരുന്നുണ്ട്, അതുപോലെ ഗ്രീൻ കളർ, വേറെ അധികം ബ്ലൂ അങ്ങനത്തെ കളറുകളൊന്നും വരുന്നില്ല. അങ്ങനെ വരുന്നതാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു കളറാണ് ഓറഞ്ച് ടോണാണ് നമുക്ക് കൂടുതലും വരിക. ഇത്തിരി വെളുത്താളാണെങ്കിലും കറുത്താളാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു കളറാണ്, ഓറഞ്ച് കളറാണ് നമുക്ക് ടോണായിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ റെഡും ഓറഞ്ചും ഒരേ ടോണിൽ വരുന്നതുകൊണ്ട് വലിയ വിഷയമല്ല. റെഡ് ഡ്രസ്സായതുകൊണ്ട് പെട്ടെന്ന് മായ്ക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ കളർ ടാബിൽ വരികയാണ്. കളർ ടാബ് അറിയാലോ, ഇവിടെ കളർ ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ ഒരു ഐക്കൺ ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂ വെസ് ഹ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ ഹ്യൂ വെസ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഹ്യൂ വെസ് ലൂമിനൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണ് ഹ്യൂ വെസ് ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളറിനെ വേറൊരു കളറാക്കി മാറ്റുക. അതായത് ആ റെഡിനെ വേണമെങ്കിൽ ഗ്രീൻ ആക്കാം, അല്ലെങ്കിൽ യെല്ലോ ആക്കാം. അങ്ങനെ മാറ്റുന്നതാണ് ഹ്യൂ വെസ് ഹ്യൂ മാറ്റുന്നത്. ഇനി ഹ്യൂ വെസ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കളറിൻ്റെ ഡെപ്ത് കൂട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെപ്താണ് കൂട്ടേണ്ടത്, ബാക്കിയുള്ള അതിൻ്റെ ഡെപ്ത് കുറയ്ക്കുക. കളറിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഈ പിക്കർ കാണാൻ പറ്റും. കളർ പിക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു കളറുകളൊക്കെ പിക്ക് ചെയ്ത് കണ്ടോ, ഈ റെഡിലൊക്കെ പിക്കായി. ഇനി അങ്ങനെയല്ല, നമുക്ക് അറിയാവുന്ന കളറാണ് റെഡ് അല്ലേ? നമുക്ക് അറിയാവുന്ന കളറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ടിക്ക് ഇടുക. കുറച്ച് മഞ്ഞയും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, മഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ കളറായിരിക്കും കൂടുതൽ ഉണ്ടാവുക. മഞ്ഞയിലേക്ക് അധികം പോകണ്ടല്ലേ? ഓറഞ്ച് തൊട്ടിട്ട് റെഡ് വരെ ഒരു ടിക്ക് ഇടുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ 2 ടിക്ക് ഇടുക. നിങ്ങൾക്ക് കളർ പിക്ക് ചെയ്താലും മതി കേട്ടോ, സിമ്പിളാണ്. ഇനി വേണമെങ്കിൽ നടുവിലൊക്കെ ആയിട്ട് ഇവിടെ 1-2 കുത്തുകളിട്ട ശേഷം താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, കണ്ട ബാക്കി ടീംസ് മൊത്തം പോയി, മരത്തിൻ്റെ കളർ വരെ പോയി. കണ്ട, സിമ്പിളല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ടൈം ലൈനിൽ വന്നിട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ? കേട്ടോ, ഈ ഒരു എഫക്റ്റ് നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട്, ഒരുപാട് സിനിമകളിൽ കാണാറുണ്ട്. നമ്മുടെ മലയാള സിനിമ തന്നെ പറയുകയാണെങ്കിൽ കുറച്ച് മുന്നേ അറിയാം, നമ്മൾ ആട് സിനിമയിൽ, ആട് 2-ലൊക്കെ ആ പേര് കാണിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് നമ്മൾ ചെയ്തേക്കുന്നത്, നേരെ കളർ ഗ്രേഡിങ്ങിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഈ ഒരു കർവ് എന്നുള്ള ഈ ഓപ്ഷൻ എടുത്തു. അതിൻ്റെ അകത്ത് 3ാമത്തെ ഓപ്ഷൻ ഹ്യൂ വെസ് സാച്ചുറേഷൻ എടുത്തു. ഓക്കെ, കളർ ഇങ്ങനെ താഴേക്ക് വലിച്ചു കളഞ്ഞു ബാക്കി കളറുകളൊക്കെ. ഇനി റെഡിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് റെഡ് പൊക്കി കൊടുത്താൽ കണ്ടോ, റെഡിന് ഒന്നുകൂടി ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രേ ചെയ്യാനുള്ള സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.